പുതിയ തലമുറ വൈവാഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന തോന്നിവാസങ്ങൾ നോക്കിയാൽ വലിയ ഭയപ്പാടോടുകൂടെ കാണേണ്ടിയിരിക്കുന്നു. അതിന് ചില ഉപ്പാര ന്യായാണ്, പുതിയ തലമുറ അല്ലേ മൊലിയാരെ പറഞ്ഞ നമ്മള് തന്ത വൈബായി പോകും, നമ്മൾ പറഞ്ഞാൽ നമ്മളൊന്നും അല്ലാതായി പോകും, നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല. നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല എന്ന് നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട എന്തുകൊണ്ടാ? നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത രൂപത്തിൽ എന്തൊക്കെയോ തിന്മകൾ അവരെ മുന്നിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. എന്റെ വാപ്പ പറഞ്ഞാൽ ഞാൻ കേൾക്കൂല എന്ന് പറയാൻ എനിക്കോ എന്റെ സഹോദരങ്ങൾക്കോ ധൈര്യപ്പെടുവോ? എന്തുകൊണ്ട് വരൂല? അതേപോലെ എത്ര ആലിമീങ്ങളുടെ എത്ര ഉസ്താദുമാരുണ്ട്, അവരൊക്കെ വീടുകളിൽ കല്യാണം നടക്കുന്നുണ്ട്, അവിടെ ഒന്നും ഇങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കളിക്കുന്ന കാണുന്നില്ല. അവര് മൗലി തോതിയിട്ട് ബുറുതോതിയിട്ട് വൈവാഹിക ജീവിതത്തിൽ കിടക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിലൊന്നും ഒരു പ്രശ്നവും കാണുന്നില്ല. അത് ചില ആളുകളെ വീട്ടിൽ ഇപ്പൊ ചില മൂല്യന്മാർക്കുണ്ട് അങ്ങനെ, അവർക്കും തോന്നുകയാണ് ഓളെയും കൂട്ടിയിട്ടൊന്നും ഇങ്ങനെ തിരിച്ചിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷുകാരൻ തിരിക്കും പോലെ തിരിച്ചില്ല, നമ്മളെ കല്യാണമായി പോകില്ല എന്ന് തലപ്പാവ് ധരിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് തോന്നുന്ന കാലത്തിൽ പോയി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങൾ കൈപിടിച്ച് തിരിക്കുകയോ കൈപിടിച്ച് മറിക്കുകയോ എന്തോ ചെയ്തോളൂ, അതൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോഴേക്ക് ഇസ്ലാം എന്ന് പുറത്തു പോവോ മൊയ്ലിയാരെ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. നിങ്ങളോളെ കൈപിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കോ, ഇനി ഇങ്ങോട്ട് തിരിക്കോ, ഇനി മേലോട്ടേക്ക് പോക്കോ, എന്തോ ചെയ്തോളൂ. അതിന് വീഡിയോ എടുത്തിട്ട് പ്രദർശിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? അവിടെയാണ് നമ്മളെ പ്രശ്നം. ഇസ്ലാം എല്ലാം നിഷേധിച്ചോ മൊയ്ലിയാരെ? എല്ലാം തടഞ്ഞ മതമില്ലേ ഇസ്ലാം? അങ്ങനെയൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൈപിടിച്ച് തിരിക്കാൻ വല്ലാതൊരു പൂതിയുണ്ടോ? ഏതോ അന്യ പെണ്ണിനെയൊന്നുമല്ലോ, നീ കെട്ടിയ പെണ്ണിനല്ലേ, നീ കൈപിടിച്ച് തിരിച്ചോ, ഒരു കുഴപ്പമില്ല. അത് വീഡിയോ എടുത്തിട്ട് നാലാളെ കാണിക്കുന്ന ഉദ്ദേശം എന്താണ്? അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നീ നിന്റെ സ്വന്തം ഭാര്യനെ വലത്തോട്ടോ ഇടത്തോട്ടോ ഏത് പാർട്ടിക്ക് വേണ്ടിയും തിരിച്ചു, നമുക്ക് ഒരു കുഴപ്പമില്ല. വലത്തിന്റെ ഭാഗമായാലും കുഴപ്പമില്ല, ഇനി ഇടത് പാർട്ടിയാലും കുഴപ്പമില്ല, വലത് പാർട്ടിയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, നിരീശ്വരാധിക കണ്ടെത്താൽ മതി. ഏത് പാർട്ടിക്ക് വേണ്ടി ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് വീഡിയോ എടുത്തിട്ട് തലപ്പാവും ധരിച്ചിട്ട് ഈ മുസ്ലിയാർ എന്താവശ്യത്തിനാണ് ഈ തലപ്പാവും ധരിച്ചിട്ട് വീഡിയോ എടുത്തിടുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അള്ളാന്റെ ദീന് വിളിക്കലാണോ? ഇതൊന്നും ഇസ്ലാം നിഷേധിച്ചിട്ടില്ല എന്ന് കാണിക്കാനാണോ? നിന്റെ പെണ്ണിനെ കാണിക്കൽ നിഷേധിച്ചില്ല എന്ന് ഏത് ഇസ്ലാമാ നിന്നെ പഠിപ്പിച്ചത്? ഏത് ഖുർആനാ പഠിപ്പിച്ചത്? ഏത് ഹദീസാ പഠിപ്പിച്ചത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുമ്പോ അതിനുവേണ്ടി ലൈക്ക് അടിച്ചു കൊടുക്കുന്ന ആളുകൾ, ചില ആളുകളുണ്ട്. ഇങ്ങനെ പെണ്ണിന്റെ ചിത്രം ഇങ്ങനെ പ്രദർശിപ്പിക്കും, എന്നിട്ടോ അതിന്റെ അടിയിൽ കമന്റ് എന്താണെന്നറിയോ? എന്റെ ഭാര്യനെ കണ്ടോന്നാണെങ്കിൽ സാരമില്ല, നിന്റെ ഭാര്യനെ നീ കാണിച്ചത് നീ എന്റെ ഭാര്യ എന്തെങ്കിലും ആക്കിക്കൊണ്ട് വെക്കാം. അതിന്റെ അടിയിൽ പോയി കമന്റ് ചെയ്താണ് ആര്? ഈ പോസ്റ്റ് ചെയ്യുന്ന ആള്. മാഷാ അല്ലാഹ്, ആരോടായി ധിക്കാരം? അല്ല ഇങ്ങനെ കാണാൻ കാത്തിരിക്കുന്നു, ഓന്റെ പെണ്ണിനെ കണ്ടിട്ട് ഒന്ന് സന്തോഷിക്കാനേ. ഓന്റെ എഴുത്ത് കണ്ടാ തോന്നും അല്ലാഹു തആല ഓന്റെ പെണ്ണിനെ കാണാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മാഷാ അല്ലാഹ് എഴുതി കൊടുക്കുകയാണ് അതിന്റെ അടിയിൽ. എന്നിട്ട് അതിന്റെ അടിയിൽ കുറെ മുസ്ലിം നാമധാരികൾ. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഇവരും ഇസ്ലാമൊക്കെ എന്തായി പോയി പഠിച്ചറബേ. അതിന്റെ അടിയിൽ പോയിട്ട് മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരും അല്ലാത്തവരും ഭയങ്കര മാഷാ അല്ലാഹ്, അവർക്ക് നിസ്കാരത്തിൽ പോലും അല്ലാഹു അക്ബർ ഒന്നും ഇങ്ങനെ കൃത്യമായിട്ട് വരില്ല. പിന്നെ ഇതിന്റെ അടി കമന്റ് അടിക്കുമ്പോൾ ഭയങ്കര മാഷാ അല്ലാഹ്.